ഇന്നിപ്പോൾ ഒരു കഥ എഴുതണം എന്ന് വിചാരിച്ച് ഇരുന്നാലും കഥ എഴുതാൻ പറ്റണം എന്നില്ല. കഥ എഴുതണമെങ്കിൽ നമുക്ക് ഒരു കഥാബീജം വേണം. അതൊരു ഓർമ്മയാവാം, അല്ലെങ്കിൽ ഒരു അനുഭവം, നമ്മൾ കേട്ട് മറന്ന ഒരു പാട്ടോ, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഒരു ചിത്രം, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തെ തൊട്ടുപോയ ഒരു വ്യക്തി, നമ്മൾ അവഗണിച്ച കുറേ പേരുണ്ടാവും. ഇങ്ങനെ എന്തെങ്കിലും ഒരു കഥാബീജം ഉണ്ടാവും നമുക്കൊരു കഥ എഴുതി തുടങ്ങണമെങ്കിൽ. വേറെ ഒരു കാര്യം ആലോചിക്കുക. ഒരു ആൾക്ക് ഭയങ്കര ഭാഷാ നൈപുണ്യമുണ്ട്, അയാൾക്ക് വ്യാകരണ പ്രയോഗങ്ങൾ അറിയാം, അലങ്കാരങ്ങൾ അറിയാം. അയാൾ എത്ര സുന്ദരമായ ഭാഷയിൽ എഴുതിയാലും അതൊരു കഥയാവണം എന്നില്ല. ഇനി വേറൊരാൾ ഒരുപാട് അനുഭവങ്ങളുള്ള ഒരാളാണെന്ന് വിചാരിക്കും. അപ്പോൾ അയാളുടെ തീക്ഷ്ണമായ അനുഭവങ്ങളൊക്കെ അയാൾ എത്ര നന്നായിട്ട് എഴുതി വച്ചാലും അതും കഥയായി കൊള്ളണം എന്നില്ല. അപ്പോൾ കഥ എന്ന് പറയുന്നത് ഒരുപാട് കാര്യങ്ങൾ ഒന്നിച്ച് വരുമ്പോൾ മാത്രം സംഭവിക്കുന്ന ഒരു സംഗതിയാണ്. ഒരുപാട് കാര്യങ്ങൾ ഒരു യന്ത്രത്തിനെ അല്ലെങ്കിൽ ChatGPT ഒക്കെ പഠിപ്പിച്ചു വരുന്ന ഒരു കാലം വരുമെന്ന് സത്യമായിട്ട് ഞാൻ വിചാരിക്കുന്നില്ല, അങ്ങനെ തോന്നുന്നില്ല.